വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്കെല്ലാവർക്കും കഥയൊക്കെ ഇഷ്ടമല്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്തിന്റെ മുതലിൽ കാവലിരിക്കാനായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ രാത്രിയിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാവലിരുന്നു. അപ്പോൾ എന്തോ ഒരു കാൽ പെരുമാറ്റം കേട്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ അതാ അവിടെ ഒരു കള്ളൻ സക്കാത്തിന്റെ മുതലിൽ നിന്ന് മോഷ്ടിക്കുന്നു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ കള്ളനെ കടന്നു പിടിച്ചിട്ട് പറഞ്ഞു, അമ്പട കള്ള, അല്ലാഹുവിന്റെ റസൂലിനെ നോൽക്കാൻ ഏൽപ്പിച്ച സക്കാത്തിന്റെ മുതലിൽ നിന്നാണോ നീ മോഷ്ടിക്കുന്നത്? അപ്പോൾ ആ കള്ളൻ വിഷമത്തോടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ കുടുംബത്തിന് ദാരിദ്ര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ മോഷ്ടിച്ചത്. താങ്കൾ എന്നോട് ക്ഷമിക്കണം, എന്നെ നബിതങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോകരുത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സലിഞ്ഞ് ആ കള്ളനെ വെറുതെ വിടുകയാണുണ്ടായത്. അങ്ങനെ അടുത്ത ദിവസം സുബഹി നിസ്കാരത്തിന് ശേഷം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ അടുക്കൽ പോയി. അപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, ഇന്നലെ വന്ന കള്ളനെ നീ വെറുതെ വിട്ടുവല്ലോ അബൂ ഹുറൈറ? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അമർന്നുകൊണ്ട് നബിതങ്ങളോട് ചോദിച്ചു, നബിയെ, അതെങ്ങനെയാണ് താങ്കൾ അറിഞ്ഞത്? അതൊക്കെ ഞാൻ അറിയും അബൂ ഹുറൈറ എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, ഇന്ന് അവൻ വരും, ഇന്ന് നിന്നെ പറ്റിക്കും അബൂ ഹുറൈറ. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഹബീബേ, ഇന്ന് എന്തായാലും ഞാൻ അവനെ വെറുതെ വിടുകയില്ല. അങ്ങനെ രണ്ടാമത്തെ ദിവസവും മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാവലിരിക്കുകയാണ്. അപ്പോൾ ആ കള്ളൻ വന്നുടനെ തന്നെ ആ കള്ളനെ കടന്നു പിടിച്ചിട്ട് പറഞ്ഞു, കള്ള, ഇന്ന് എന്തായാലും നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല. അപ്പോൾ ആ കള്ളൻ പറഞ്ഞു, ഇന്നലെ നിങ്ങൾ എന്നെ ശകാരിച്ചു വിട്ടില്ലേ? ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ മക്കൾ നിലവിളിക്കുന്നതും കരയുന്നതും കണ്ട് എനിക്ക് സഹിക്കാനായില്ല, അതുകൊണ്ടാണ് ഞാൻ എന്നും വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സലിയുകയാണ്. വീണ്ടും ആ കള്ളനെ വെറുതെ വിട്ടു. അങ്ങനെ അടുത്ത ദിവസം സുബഹി നിസ്കാരത്തിന് ശേഷം നബിതങ്ങളുടെ അടുക്കൽ പോയിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, വീണ്ടും നിന്നെ പറ്റിച്ചല്ലോ അബൂ ഹുറൈറ, ഇന്നും അവൻ വരും, ഇന്നും നിന്നെ പറ്റിക്കും അബൂ ഹുറൈറ. ഇല്ല ഹബീബേ, ഇന്ന് എന്തായാലും ഞാൻ എന്നെ വെറുതെ വിടുകയില്ല. ഇനി നബിതങ്ങൾ ഇനി എന്നോടൊന്നും പറയുകയും വേണ്ടെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തീർപ്പെടുത്തി. അങ്ങനെ മൂന്നാമത്തെ ദിവസം രാത്രിയിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാവലിരിക്കുകയാണ്. അപ്പോൾ ആ കള്ളൻ വന്നു. ആ കള്ളനെ കടന്നു പിടിച്ചിട്ട് പറഞ്ഞു, കള്ള, ഇന്ന്